Indeed, he is risen എന്നാണ്. ഞാനതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രതിവാക്യം പറയണം. Christ is risen. എല്ലാവരും പറഞ്ഞില്ല. Christ is risen. Christ is risen. പ്രതികരണം indeed he is risen. ഈ സ്വർഗ്ഗാരോഹണം വരെയുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ പ്രതിപാദ്യം എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൽ പങ്കാളികളാകുവാൻ നമ്മുടെ കർത്താവ് നമുക്കൊരവസരം കൂടി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈസ്റ്ററിൻ്റെ സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശം, the message of peace. What is peace? എന്താണ് സമാധാനം? It is not the absence of troubles. It is the presence of Christ, and He is the Prince of Peace. നമ്മോട് ചോദിക്കുകയാണ് എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്താണ്? പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥയ്ക്കാണ് സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയണം, it is not the absence but it is the presence. ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ സമാധാനം. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു ജനത്തിന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒക്കെ നൽകിയത് ഈ സമാധാനമാണ്. അതുകൊണ്ട് ഈ ഉയർപ്പ് പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ യാത്രയിൽ നമ്മുടെ സമാധാനത്തിന് ആവശ്യമായിരിക്കുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ഈ ആരാധനയിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും അതായിരിക്കണം. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ ഉണ്ടായിരുന്നത് പോലെ നമ്മൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നില്ലേ? യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് മ്ലാനമതിലരായി പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തു. ഞാൻ നിങ്ങളും ആഗ്രഹിക്കുമെങ്കിൽ, ക്ഷണിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുമെങ്കിൽ ക്രിസ്തു അവൈലബിൾ ആണ്. He is available. He is not far away. He is near to us and He is the Prince of Peace. ലോകത്തിലുള്ള എല്ലാ അസമാധാനത്തിന്റെ കാരണം ക്രിസ്തുവിന്റെ അസാന്നിധ്യമാണ്. അത് വ്യക്തി ജീവിതത്തിലായാലും, കുടുംബ ജീവിതത്തിലായാലും, സാമൂഹ്യ ജീവിതത്തിലായാലും, സഭാ ജീവിതത്തിലായാലും ക്രിസ്തുവിന്റെ അസാന്നിധ്യമാണ് നമ്മുടെ അസമാധാനം. ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കണം. ക്രിസ്തു സാന്നിധ്യത്തോടെ ജീവിക്കും, വളർത്തും, സഹകരിക്കും എന്നൊക്കെ. രണ്ടാമത്, ഈസ്റ്റർ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും മാത്രം ദിനമല്ല. ഈസ്റ്റർ കരച്ചിലിന്റെ ദിനം കൂടെയാണ്. ഈസ്റ്റർ നിലവിളിയുടെ ദിനമാണ്. മറിയ യേശു തമ്പുരാന്റെ കല്ലറയ്ക്കൽ നിന്ന് ചെയ്തത്, ആ കരച്ചിൽ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അവൾ ചോദിക്കുകയാണ്, എന്റെ അരുമനാഥനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? അവൻ എനിക്ക് നഷ്ടമായോ? ക്രിസ്തു നഷ്ടമാകുന്നതിനെ കുറിച്ചുള്ള കരച്ചിലാണ് നമുക്കിന്ന് ആവശ്യം. അവൾ അങ്ങനെ കരഞ്ഞ് തിരികെ നോക്കിയപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു അവളുടെ മുമ്പാകെ വന്നത്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു നഷ്ടപ്പെടുന്നതിലേക്ക് ഓർത്ത് കരയുമ്പോഴും ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴും നമുക്ക് അവൻ അവൈലബിൾ ആണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഈ കരച്ചിൽ നമുക്ക് നഷ്ടമായിരിക്കും. ക്രിസ്തു ഇല്ലാത്തതിനെ കുറിച്ചുള്ള ഒരു വിലാപം നമുക്കില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വരുന്ന ഒരു ക്രിസ്തു മതി നമുക്ക്. അത് റിസഷൻ ഉണ്ടാകുമ്പോഴോ, രോഗം വരുമ്പോഴോ, കുട്ടികൾക്ക് പരീക്ഷ എടുക്കുമ്പോഴോ ഒക്കെ മാത്രം വരുന്ന ഒരു ക്രിസ്തു മതി നമുക്ക്.